മിനിറ്റ് കൊണ്ട് 4 മാർക്ക് നേടാം. ഈ ബയോളജി പരീക്ഷയ്ക്ക് 4 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കാം. എ പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസം ഇസ് ഷോൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമായ ഒരു പ്രക്രിയ ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് സെൽ ഡിവിഷൻ ഡസ് ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ്? പ്രക്രിയ ഏതാണ്? ഏത് കോശ വിഭജന രീതിയിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്? ഇത് എന്ത് പ്രക്രിയയാണടാ? ഇത് ക്രോസിംഗ് ഓവർ ആണല്ലേ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസിലാണോ മൈറ്റോസിസിലാണോ? മിയോസിസിലാണ് അല്ലേ. മിയോസിസിന്റെ ആദ്യ ഘട്ടത്തിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ സ്റ്റേജ് 1 and 2. അതായത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യും. അതായത് സമരൂപ ക്രോമസോമുകൾ ഇങ്ങനെ ജോഡി ചേരുന്നു. എപ്പോൾ? ഒന്നാം ഘട്ടത്തിൽ. ഇനി രണ്ടാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ജോഡി ചേർന്നിട്ടുള്ള ക്രോമസോമുകൾ പരസ്പരം അവരുടെ ഭാഗങ്ങൾ ഇങ്ങനെ കൈമാറുന്നു. അതായത് ഇവരുടെ ക്രോമാറ്റിഡുകൾ പരസ്പരം ഇങ്ങനെ കൈമാറുന്നു. ഈ കൈമാറ്റം നടക്കുന്ന ആ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? കയാസ്മ എന്നാണ് അല്ലേ. ഈ കയാസ്മയിൽ വെച്ചിട്ട് ക്രോമാറ്റിഡുകൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യപ്പെടും. എന്നിട്ടോ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രേക്ക് ചെയ്ത്, അതായത് മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, ഈ പ്രക്രിയ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണടാ? എങ്ങനെയാണ്? ഈ ഒരു കൈമാറ്റം കാരണം, അതായത് ഈ മുറിഞ്ഞ ഭാഗം എന്താ സംഭവിക്കുന്നത്? മറ്റൊരു ക്രോമസോമിന്റെ ഭാഗമായിട്ട് മാറുകയല്ലേ. അപ്പം ഈ ഒരു കൈമാറ്റം കാരണം അലീലുകളുടെ റീകോമ്പിനേഷൻ നടക്കുന്നു അല്ലെ. അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ, അതായത് കുഞ്ഞുങ്ങളിൽ പുതിയ ക്യാരക്ടേഴ്സിന് കാരണമാകുന്നു അല്ലെ. പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് 4 മാർക്കിന് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളൂ.